കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു വന്നുപോയ എല്ലാ കുറവുകളും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളിലെ അസ്വസ്ഥതകൾ, സങ്കടങ്ങളെല്ലാം ഈശോ കൊടുക്കാം. നമ്മുടെ മാതാപിതാക്കള്, മക്കള്, ജീവിത പങ്കാളി, പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണ തോന്നണമേ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു തമ്പുരാന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം, കുടുംബത്തിന്റെ ആവശ്യങ്ങളെല്ലാം വിട്ടുകൊടുക്കാം. എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം, എണ്ണവറ്റിയ വിളക്കുമായി നീളുന്ന ജീവിതം, വീണുടഞ്ഞ മൺ പാത്രമാണു ഞാൻ നാഥ, വീണ്ടുമൊരു ജനനം നൽകിയിടേണമേ നാഥ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, എൻ്റെ കുടുംബത്തെ പൂർണ്ണമായും അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, അങ്ങേ ആരാധിക്കാൻ വേണ്ടി അങ്ങ് എന്നെ വിളിച്ചു ചേർത്തല്ലോ. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എൻ്റെ കുടുംബത്തിന് വേണ്ടി കരങ്ങൾ വിരിച്ചു പിടിക്കാൻ, എൻ്റെ കുടുംബത്തിൻ്റെ വീണ്ടുപോയ അവസ്ഥകൾ, പാപാവസ്ഥകൾക്കെല്ലാം പരിഹാരമായി മുട്ടുകുത്തു നിന്ന് മാപ്പ് ചോദിക്കാൻ അങ്ങ് എന്നെയാണല്ലോ വിളിച്ചത്. ഈശോ, ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുടുംബത്തിൻ്റെ മേൽ കരുണ ചൊരിയണമേ. മക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, ജീവിത പങ്കാളിയുടെ മേൽ, അവരുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം മേൽ കർത്താവേ കരുണ ചൊരിയണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ജീവിതാവശ്യങ്ങളെല്ലാം കൊടുക്കുക. കടബാധ്യതകൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, പാപത്തിന്റെ അവസ്ഥകൾ, വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം ഈശോ കൊടുക്കുക. സ്വന്തമായിട്ട് ഭവനമില്ലാത്തവര്, കുടുംബത്തിലെ അസ്വസ്ഥതകളിലായിരിക്കുന്നവര്, വിഭജനത്തിന്റെ വക്കിലായിരിക്കുന്നവര്, എതിർപ്പുകൾ നിൽക്കുന്നവര്, ഭവനത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് എല്ലാം കൊടുക്കട്ടെ. സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവര്, ഭവനത്തിൽ സങ്കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, എല്ലാ തടസ്സങ്ങളും മാറാൻ ഈശോയ്ക്ക് എല്ലാം വിട്ടുകൊടുക്കുക. കുടുംബം ഈശോയുടേതാണ്, കുടുംബം ഈശോയുടേതാണ്. ജോഷുവ പറഞ്ഞതുപോലെ ഒരു പ്രഖ്യാപനം ഈശോയിലേക്ക് കരങ്ങൾ നീട്ടി പറയുക, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ആ വാഗ്ദാനം ഏറ്റെടുത്തുകൊണ്ട് സ്വരമുയർത്തി ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 കുടുംബങ്ങളുടെ മേൽ കരുണ തോന്നണമേ, അലിവ് തോന്നണമേ കർത്താവേ, കരുണ തോന്നണമേ കർത്താവേ, കരുണ തോന്നണേ, ചേർന്ന് പാടിക്കേ. അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈശോയെ, കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. എന്റെ കുടുംബത്തെ ഒന്ന് കണ്ണു തുറന്ന് നോക്കണമേ ഈശോയെ എന്ന് പറയും.
ഞാനും എൻ്റെ കുടുംബവും ഈശോയെ അങ്ങേ സേവിച്ചോളാം. ഞാനും എൻ്റെ കുടുംബവും വിശുദ്ധിയിൽ ജീവിച്ചോളാം. വലിയൊരു ബോധ്യത്തോടെ കർത്താവിൻ്റെ മുമ്പിലേക്ക് എല്ലാം സമർപ്പിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് അവരെല്ലാം ഒരു ആത്മീയ കൂട്ടായ്മയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കുടുംബമായി ഈശോ ഈ സമയം നമ്മൾ ആരാധിക്കുന്നു. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണം മൂലം വാങ്ങിപ്പോയ എല്ലാവരെയും ആത്മീയ കൂട്ടായ്മയിൽ ഏറ്റെടുത്ത് ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെല്ലാം ഒരു ആത്മീയ കൂട്ടായ്മയിൽ ഏറ്റെടുത്ത് സ്വർഗത്തോടും ഭൂമിയോടും തിരുസഭയിലെ ഓരോ മക്കളോടും സമരസഭയിലെ സഹനസഭയിലെ സ്വർഗീയ സഭയിലെ എല്ലാ അംഗങ്ങളോടും ചേർന്ന് ഈശോയെ നമുക്ക് ആരാധിക്കാം. ശിരസ് നമിച്ച് നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. കർത്താവിൻ്റെ കരുണയ്ക്ക് കീഴിലേക്ക് നമ്മുടെ കുടുംബത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന ദിവസമാണെന്ന്. കരുണയുടെ ഈ നൊവേനയും ഈ ആരാധനയും നമ്മൾ സമർപ്പിക്കുന്ന ഈ രണ്ടാം ദിവസം നമ്മൾ സഭയ്ക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. വൈദികര്, സന്യസ്തര്, സമർപ്പിതരെല്ലാം രൂപം കൊള്ളുന്നത് വിശുദ്ധമായ കുടുംബങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് പ്രത്യേകമായി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനിയും വിശുദ്ധമായ ദൈവവിളികൾ ഉണ്ടാവട്ടെ. അനേകം പ്രേക്ഷിതർ സഭയ്ക്ക് വേണ്ടി തീപ്പന്തം പോലെ വിശുദ്ധിയുടെ തീ കൊണ്ട് ജ്വലിക്കുന്ന അനേകം പുണ്യാത്മാക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഇനിയും ഉയരട്ടെ. ആദിമ സഭയിലുണ്ടായിരുന്ന വലിയൊരു ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. വലിയൊരു ആത്മധൈര്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നിറയട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കാൻ നമ്മുടെ കുടുംബത്തിന് സാധിക്കട്ടെ. കർത്താവിൻ്റെ മുമ്പിൽ ജോഷുവയെ പോലെ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ആ കുടുംബത്തെ ഇനി കർത്താവിന് വിട്ടുകൊടുക്കുക. കർത്താവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു കുടുംബം, വിശുദ്ധമായൊരു കുടുംബം. ഈ വീട്ടിൽ സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, കുടുംബത്തിന് നീറുന്ന ആവശ്യങ്ങളുണ്ട്, ചങ്കുപൊട്ടിപ്പോകുന്ന അനുഭവങ്ങൾ ഈ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഈ ഭവനത്തിലിരുന്ന് ഈ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ഈ ബന്ധങ്ങളിൽ പാപം വളർന്ന് പടർന്ന് പന്തലിച്ച് വിശുദ്ധിയെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഈശോയോട് മാപ്പ് ചോദിക്കുക. കർത്താവിൻ്റെ കരുണ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ചൊരിയട്ടെ. നല്ലൊരു ജീവിതാന്തരീക്ഷം, നല്ലൊരു കുടുംബാന്തരീക്ഷം, വിശുദ്ധമായൊരു സാഹചര്യമൊക്കെ ഉണ്ടായി നന്മയിൽ ജീവിക്കാൻ നമുക്ക് പറ്റിയെങ്കിൽ അതിനോർത്ത് ഈശോയ്ക്ക് നന്ദി പറയുക. നമ്മുടെ പൂർവികരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ തലമുറകളെല്ലാം ഓർത്ത് നന്ദി പറയുക. വരും തലമുറയെ മനസ്സിൽ ദത്തെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, നല്ലൊരു കുടുംബ സാഹചര്യത്തിൽ ജീവിക്കാൻ അങ്ങനെ അനുവദിച്ചെങ്കിൽ അതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, പാപം നിറഞ്ഞൊരു ജീവിതം, പാപം നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷം, ഈശോയെക്കുറിച്ച് അറിയാത്ത ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിൽ അവിടെ നിന്ന് അങ്ങയുടെ കരുണ ചൊരിഞ്ഞ്, കൃപ ചൊരിഞ്ഞ് വിശുദ്ധിയിൽ അങ്ങനെ തെരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ നിയോഗിച്ചതിനെ ഓർത്ത് ഈശോ നന്ദി പറയാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വിശുദ്ധിയുടെ വിളനിലങ്ങളാക്കണമേ. വിശുദ്ധരെ വാർത്തെടുക്കുന്ന തിരുസഭയുടെ ഗുരുകുലങ്ങളാക്കി ഞങ്ങളുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സോളമൻ ദേവാലയം പ്രതിഷ്ഠകർമ്മം നടത്തുമ്പോൾ അങ്ങ് കൊടുത്ത വാഗ്ദാനം, എൻ്റെ ദാസർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ എൻ്റെ കണ്ണും കാതും ഇതിനു നേരെ തുറന്നിരിക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം ഈ സമയം ഈശോ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും ഭവനങ്ങളുടെ മേലേക്ക് അങ്ങ് അയക്കണമേ. കുടുംബങ്ങളുടെ മേലേക്ക് അങ്ങയുടെ കണ്ണുകൾ തുറന്നു പിടിക്കണമേ. ആ വീട്ടിൽ നിന്ന് അവരുയർത്തുന്ന സങ്കടങ്ങൾ, പ്രാർത്ഥനകൾ, കൃതജ്ഞതകൾ സ്വീകരിക്കാൻ അങ്ങയുടെ കണ്ണും കാതും അവരുടെ ഭവനത്തിന് നേരെ തുറന്നു പിടിക്കണമേ. ഈശോയെ, ഞങ്ങളിന്ന് അങ്ങേ ആരാധിക്കുന്ന ഈ ആലയത്തിൻ്റെ നേരെ അങ്ങയുടെ കണ്ണും കാതും തുറന്നിരിക്കുന്നത് പോലെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബങ്ങളിലേക്ക്, ഭവനങ്ങളിലേക്ക് അങ്ങയുടെ വലിയ കടാക്ഷം ഈ സമയം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഈശോ കൊടുക്കുക. കർത്താവേ, കരുണ ചൊരിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നമ്മുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ, പ്രായാധിക്യം മൂലം ക്ലേശിക്കുന്നവരെ, രോഗബാധിതരായവരെ, മരണം മൂലം ഈശോയിലേക്ക് തിരിച്ചുപോയവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഒരു കുടുംബമായി, കൂട്ടായ്മയായി അവരെല്ലാം ഏറ്റെടുത്ത് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ പ്രാർത്ഥിക്കും. ശക്തിയോടെ സ്തുതിച്ചേ, എല്ലാം വിട്ടുകൊടുത്ത് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹൃദയം തുറന്ന് കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ വലിയൊരു അനുഗ്രഹം
ഈ മണിക്കൂറിൽ നിറയട്ടെ. കർത്താവ് ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ, ഇവരുടെ ഭവനങ്ങളിൽ ഈ സമയം അങ്ങയുടെ കൃപ ചൊരിയണമേ. പ്രാർത്ഥനയില്ലാത്ത ഭവനങ്ങളിലേക്ക് അങ്ങയുടെ കരുണ ഈ സമയം ചൊരിയണമേ. കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത ഭവനങ്ങളിലേക്ക് ഈ സമയം അങ്ങയുടെ കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ അന്ധകാരത്തിൽ കണ്ണു മൂടപ്പെട്ടു പോയ കുടുംബാംഗങ്ങളിലേക്ക് ഈ സമയം അങ്ങയുടെ കരുണ ചൊരിഞ്ഞ് അങ്ങയുടെ തിരുരക്തം ഒഴുക്കിയവരെ തിരിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ കുടുംബങ്ങളെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട മക്കളെ എല്ലാം അങ്ങനെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു കൃപയിലേക്ക്, വലിയൊരു അഭിഷേകത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി, അഗ്നിയായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിറഞ്ഞ് അശുദ്ധിയുടെ എല്ലാ കെട്ടുകളെയും എടുത്തു മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വരമുയരട്ടെ, ഹൃദയം തുറക്കട്ടെ, കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് ഈ സമയം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ കൃപ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഈ സമയം പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ആരാധിക്കാം. ശക്തിയോടെ സ്വയം കരങ്ങളടിച്ചേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. വലിയൊരു അഭിഷേകം കുടുംബങ്ങളിലേക്ക് നിറയാൻ വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കാം. നമ്മുടെ യുവതി യുവാക്കളിലേക്ക്, കുഞ്ഞുമക്കളിലേക്ക് കർത്താവിന്റെ കരുണ നിറയട്ടെ. കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ നിറയാൻ വാതിലുകൾ തുറന്നിടുക. തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപങ്ങളെയും പുറത്തുപേക്ഷിക്കാൻ, അശുദ്ധിയുടെ വഴികളിൽ നിന്ന് മാറി വിശുദ്ധരുടെ രാജവീതിയിലേക്ക് നടക്കാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. യേശയ്യ 8 വലിയൊരു വാഗ്ദാനം പറയുന്നു. ഞങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന എല്ലാവരെയും ദൈവത്തിന്റെ ശക്തി ഖണ്ഡിക്കുന്നു. നിങ്ങൾ കൂടിയാലോചിച്ചു കൊള്ളുവൻ, അത് നിഷ്ഫലമായി തീരും. കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട്. യൂദായിൽ, ജെറുസലേമിൽ ദൈവത്തിന്റെ അത്ഭുതത്തിനും അടയാളത്തിനും സാക്ഷിയായി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും ജീവിക്കും. കർത്താവേ, ഈ മക്കളിലേക്ക്, ഇവരുടെ പ്രാർത്ഥനകളിലേക്ക് ഈ സമയം അങ്ങ് ഇറങ്ങണമേ. ജീവിതാവശ്യങ്ങളിലേക്ക് ഈ സമയം അങ്ങ് ഇറങ്ങണമേ. കർത്താവേ, തിരുസഭയുടെ പൗരോഹിത്യ കൂട്ടായ്മ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയുടെ മണിക്കൂറിൽ ഇവരുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, സങ്കടങ്ങൾ എല്ലാം അങ്ങ് കാണണമേ. നിയോഗങ്ങൾ ഏറ്റെടുക്കണമേ. ഈ ആരാധനയിൽ ഇവർ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കട്ടെ ശക്തിയോടെ. ഞാനും എൻ്റെ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാറുകയാൽ ജീവിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാറുകയാൽ ജീവിക്കും. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ കുടുംബത്തിലേക്ക് ഈശോയുടെ തിരുരക്തം ഒഴുക്കി പ്രാർത്ഥിക്കുക. യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം ഉയർത്തി ശക്തിയോടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം,
യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തമെടുക്കണമേ. The precious blood of Jesus Christ. കാൽവരിയിൽ അങ്ങ് ചിന്തിയ തിരുരക്തത്തുള്ളികളാൽ ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കാൽവരിയിലൂടെ കൃപയുടെ അരുവിയായി ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുരക്തമേ, ഈ മക്കളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ കർത്താവേ. ഹല്ലേലൂയ. കുടുംബങ്ങളുടെ മേൽ, കുഞ്ഞുമക്കളുടെ മേൽ, മാതാപിതാക്കളുടെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ, ദൂരദേശത്തായിരിക്കുന്നവരുടെ മേൽ കർത്താവേ ഈ സമയം കരുണ ചൊരിയണമേ. കാൽവരിയിൽ അങ്ങ് ചിന്തിയ തിരുരക്തം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരുണക്കടലായി ഒഴുകിയിറങ്ങിയ ഈശോയുടെ തിരുരക്തമേ, ഈ മക്കളെല്ലാം വിശുദ്ധിയിലേക്ക് നയിക്കണമേ. വിശുദ്ധിയുടെ രാജവീതി ഇവരുടെ കുടുംബത്തിലേക്ക് അങ്ങ് വെട്ടിയൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞതെല്ലാം മറക്കാൻ, പാപത്തിന്റെ കെട്ടുകളിൽ നിന്ന് പുറത്തേക്ക് വരാൻ, വിശുദ്ധിയുടെ വഴിയെ നടക്കാൻ, വിശുദ്ധരുടെ രാജവീതി തെരഞ്ഞെടുക്കാൻ, മാർഗഭ്രംശം സംഭവിക്കാതെ അത്യുന്നതന്റെ വഴിയിൽ നടക്കാൻ, അത്യുന്നതന്റെ തണലിൽ ജീവിക്കാൻ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അങ്ങയുടെ കൃപ ചൊരിയണമേ. അവരെ ഉണർത്തി വിശുദ്ധിയിലേക്ക് വളർത്തണമേ. അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടി എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും നന്ദി പറഞ്ഞ് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. ആരാധന, 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 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകളെ ശാന്തമായിട്ട് അടയ്ക്കാം. കരുണയുടെ ഈ ആരാധനയുടെ രണ്ടാം ദിവസം ഈശോയുടെ കരങ്ങളിലേക്ക് ഈശോ ആഗ്രഹിക്കുന്ന കാര്യം, ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവരെ ആഴം അളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനും പ്രാപ്തി അവരാണ് എനിക്ക് നൽകിയത്. കൈവഴികളിലൂടെ വെള്ളം വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്ത് നൽകുന്നു എന്ന് ഫൗസ്റ്റീനമ്മയുടെ ഡയറിയിൽ 1212 പാരഗ്രാഫിൽ ഈശോ പറയുന്നുണ്ട്. നമുക്ക് പ്രത്യേകമായി നമ്മുടെ നിയോഗങ്ങളോടൊപ്പം എല്ലാ വൈദികരും സന്യസ്തരും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടാനും അങ്ങനെ ദൈവത്തിൻ്റെ കരുണ അവരിലും മനുഷ്യ സമൂഹം മുഴുവനിലും ലഭ്യമാകാൻ വേണ്ടി നമുക്ക് ഈ ആരാധനയുടെ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, എല്ലാ നന്മകളുടെയും ഉറവിടമേ, എല്ലാ നന്മകളുടെയും ഉറവിടമേ, അങ്ങയുടെ പ്രസാദവരങ്ങൾ, അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ, ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ. കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും, കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും, അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടയാവട്ടെ. നിത്യനായ പിതാവേ, കരുണാർദ്രമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരായ സന്യസ്തരുടെയും വൈദികരുടെയും മേൽ അങ്ങ് തിരിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രയിട്ടപ്പെട്ടിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും അങ്ങയുടെ പ്രകാശവും പ്രദാനം ചെയ്യണമേ. അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുവാനും ഇടയാവട്ടെ. ആമേൻ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കരുണയുടെ ലുത്തിനിയ ചൊല്ലി നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും കുടുംബാംഗങ്ങളെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും തിരുസഭ മുഴുവനെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയമങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. അവിടെ നിന്ന് ശരണപ്പെടുന്ന ആരും നിരാശരായിട്ട് മടങ്ങേണ്ടി വന്നിട്ടില്ല. ആ വലിയൊരു ബോധ്യത്തിൽ നമുക്ക് ഈ കരുണയുടെ ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിക്കാം. മറുപടിയായി ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന് നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
പിതാവിൻ്റെ മടിയിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നരകത്തീയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നാം എല്ലാവരിലും എപ്പോഴും ഒഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏകപ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടിപ്പുകഴ്ത്തും. ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം അനുഗ്രഹിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായും ശരണപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളെയെല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഈ സമയമായിരിക്കുകയാണ്. കരങ്ങളെ ഒപ്പിപ്പിടിക്കാം, കണ്ണുകൾ തുറന്ന് ഈശോയെ കാണാം. അവിടുത്തെ അനുഗ്രഹത്തിന്റെ ആശീർവാദം ഈ സമയം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്ന എല്ലാവരും ഒട്ടുമേ തന്നെ ആയിരുന്നുകൊണ്ട് കരങ്ങളെ ഒപ്പിപ്പിടിച്ച് ഒത്തിരി സ്നേഹത്തോടെ കരുണയുടെ ഈ വാതിൽ തുറന്നു കിടക്കുന്നത് കാണുക. ഈശോയുടെ ഹൃദയം തുറന്നിരിക്കുന്നത് കാണുക. അവിടുത്തെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് കുടുംബത്തെ പൂർണ്ണമായിട്ട് കൊടുക്കുക. എല്ലാ നിയോഗങ്ങളും കൊടുക്കുക. ഈ ആരാധനയിൽ വ്യക്തിപരമായിട്ട് നിങ്ങളെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും, നിങ്ങളുടെ ജീവിതാവശ്യങ്ങളെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ സമയം ഈശോ വലിയൊരു അഭിഷേകത്തോടെ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഹിതം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതാവശ്യങ്ങളിൽ, നമ്മുടെ നിയോഗങ്ങളെല്ലാം നിറവേറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മിലേക്ക് ഒരഭിഷേകമായി, അനുഗ്രഹമായി മഴ പോലെ ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധരുടെ ഒരു കൂട്ടായ്മ, കരുണയെ പ്രകൃതിച്ച എല്ലാ വിശുദ്ധരുടെയും കൂട്ടായ്മ നമ്മുടെ കൂടെയുണ്ട്. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെയും മരിയ ഫൗസ്തീനാമ്മയുടെയും പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട്. കരുണയെ പ്രഘോഷിച്ച എല്ലാവരുടെയും വലിയ മധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ട്. കരുണയെ ഉദരത്തിൽ സ്വീകരിച്ച പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ആരാധനയിൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന ഈ സമയം നമ്മുടെ കുടുംബാംഗങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക്, സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും മേൽ അധികാരമുള്ള കർത്താവ് അവരായിരിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് നമ്മുടെ ഭവനങ്ങളെല്ലാം, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഇരു കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന. കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ കരുണ